നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. മന്ദാരമലമേലെ കുമ്പാരമഴ മേഘം എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. നേരത്തെ കാറ്റാണു നീ. നമ്മുടെ ബസന്തി തന്നെയാണോടാ പോകുന്നത്. അവളാകെ മാറിപ്പോയി. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. 5-6 കടലോളം മണ്ണാകെ ഒഴിയുന്ന. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. അത് കിടക്ക് തീവർത്ത് കാലക്ക്. എടി നീ അങ്ങ് വളർന്നു വലുതായി നല്ലൊരു സുന്ദരി പെണ്ണായിലൂടെ കാണുമ്പോ ഇവിടെ ഒരു തീപ്പെട്ടിക്കം പോലെ ഇരുന്നിരുന്ന മുറിപ്പാവടക്ക് ഇട്ടിട്ട് ഇത് ഷോ എന്തൊരു മാറ്റം. കൊതിയിൽ വന്നെരിവും പുളിയുമുള്ളൊരൈറ്റമാ. കൊതിയിൽ വന്നെരിവും പുളിയുമുള്ളൊരൈറ്റമാ. വെറൈറ്റി അല്ലേ? ഇതുപോലെ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. എന്നായാലും സംഭവം നല്ല ഉഷാറായിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ തിയേറ്ററിൽ വരും. ഫുൾ ക്ലാപ്സ് ആയിരിക്കും. അച്ഛൻ നോക്കിക്കോ. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇനി ആരും സൂത്രം കാണിച്ചാ. രജീഷ് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇന്ന് അല്ല, രജീഷ് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇന്ന് അല്ല, അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഐറ്റം ഡാൻസിൽ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഐറ്റം ഡാൻസിൽ വരുന്ന പാട്ട്, പാട്ടിന്റെ ലിറിക്സ്, അതിൽ കാണിക്കുന്ന മൂവ്സ്, വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ്, പോയിരിക്കുന്ന സൂം ഔട്ട്, വയറ്, കൈ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഐറ്റം ഡാൻസിൽ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഐറ്റം നമ്മൾ ഓരോരോ ബോഡി പാർട്ടിനെയും കാണിക്കുന്നത്, ബാക്കി നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻ, പാട്ടിൽ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ്. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല. അതാണ് കാര്യം. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോ ഒരു കൊഴുപ്പുണ്ടാവാൻ, അതാണേ. എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി